ബിരുദ കോഴ്സ് 4 വർഷമാക്കുന്നതിന്റെ ഭാഗമായി ഏകീകൃത അക്കാദമിക് കലണ്ടർ രൂപീകരിക്കാൻ സർക്കാർ പ്രത്യേക സമിതിക്ക് രൂപം നൽകി. കേരള സർവകലാശാല രജിസ്ട്രാറാണ് സമിതിയുടെ കൺവീനർ. വി.എ. ഗിരീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, അത് ശ്രദ്ധേയമായ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. ബിരുദ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഗിരീഷ് വിവരങ്ങൾ? ഉന്മേഷ, സംസ്ഥാനത്തെ ബിരുദ സംവിധാനത്തിൽ, ബിരുദ പഠനത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു പരിഷ്കരണം അടുത്ത വർഷം മുതൽ നടപ്പാക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന് ശേഷമാണ് ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടായത്. സംസ്ഥാനത്തെ 5 സർവകലാശാലകളിലാണ്, കേരള, MG, കാലടി, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിലാണ് അടുത്ത അധ്യയന വർഷം മുതൽ ഈ 4 വർഷ ബിരുദ പ്രോഗ്രാം നടപ്പാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ സർവകലാശാലകൾക്ക് ഒരു ഏകീകൃത അക്കാദമിക് കലണ്ടർ രൂപീകരിക്കാനും തീരുമാനിച്ചു. അതായത് ഈ കലണ്ടർ അനുസരിച്ചായിരിക്കും കോളേജുകളിലെ അധ്യയനം തുടങ്ങുക. അതോടൊപ്പം തന്നെ പരീക്ഷ നടത്തുക, മൂല്യനിർണ്ണയം, അവധി എല്ലാം തന്നെ ഇനി ഈ സർവകലാശാലകളിൽ ഒരു ഏകീകൃത രൂപത്തിലായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കേരള സർവകലാശാല രജിസ്ട്രാറാണ് ഇത്തരത്തിൽ ഒരു സമിതിയുടെ, ഈ അക്കാദമിക് കലണ്ടർ രൂപീകരിക്കാനുള്ള സമിതിയുടെ കൺവീനർ. മറ്റ് സർവകലാശാലകളിലെ രജിസ്ട്രാർമാർ അംഗങ്ങളാണ്. അടുത്ത മാസം 15 ഈ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയോട് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പിന്നീടുള്ള മാറ്റങ്ങൾ. ഏതായാലും MG സർവകലാശാലയും കാലിക്കറ്റ് സർവകലാശാലയും 4 വർഷ പ്രോഗ്രാമിൻ്റെ സിലബസ് തയ്യാറാക്കി കഴിഞ്ഞു. കേരള ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ ഈ സിലബസ് തയ്യാറാക്കുന്നതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലുമാണ്. ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ തരത്തിലുള്ള മാറ്റത്തിലേക്ക് സംസ്ഥാനം പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഉന്മേഷ്, വി.എ. ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്.